നിങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഒരു 5-6 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ കിണർ വറ്റി കൊടും വേനൽക്കാലാണ്. ആ സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ ഗുഡ്സിൽ ഒരു വീട്ടിൽ പോയിട്ട് ടാങ്കിൽ നിറച്ചിട്ട് വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് 2 ദിവസം അവിടെ നിന്ന് നിറച്ച് 3-ാമത്തെ ദിവസം അവിടുത്തെ വീട്ടിലുള്ള ആൾ എൻ്റെ ഉപ്പാനോട് പറഞ്ഞു, ഇവിടെ കറണ്ട് ചാർജ് കൂടുന്നുണ്ട്. ആരാ പറയണ അറിയോ? അത് എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. ആ വീട്ടില് ആ കിണറ്റില് വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ വറ്റി വരണ്ട്. 4 റിങ് ഇറക്കാൻ ഒരു 20,000 ഉറുപ്പ്യ പോലും എടുക്കാൻ കയ്യിലില്ലാത്തൊരു സമയം, ഭയങ്കരമായിട്ട് കുടുങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള വാക്കാണ്, ഇവിടെ കറണ്ട് ബില്ല് കൂടുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണ്ട എന്നുള്ളൊരു സംഗതി. അന്ന് ഭയങ്കര അധികം വിഷമിച്ചിട്ടുണ്ട്. കാരണം ഉപ്പാൻ്റെ ആ ഒരു സ്ട്രഗിളിങ്, കാരണം ബിസിനസ്സൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ഇത് പറയുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ കണ്ണു നിറയും. ആ സമയത്ത് വേറൊരു വീട്ടിൽ കിലോമീറ്ററുകളോളം പോയിട്ടാണ് പിന്നീട് വെള്ളം കൊണ്ടുവരുന്നത്. അന്ന് ആ വേനൽക്കാലത്ത് 4 മാസം കാണ്ട് വെള്ളം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പോ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, വീട്ടില് തണുപ്പിന് വേണ്ടി AC ഉണ്ട്, വീട് 2 നിലയാക്കിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും അൽഹംദുലില്ലാ പൈസ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും നമ്മൾ ഒരാളോടും കണക്ക് പറയരുത് കേട്ടോ. അത് പടച്ചോൻ്റെതാണ്. നമ്മുടെ ചുറ്റിലുള്ള ഒരാൾ നമ്മളോട് വെള്ളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിണറ്റിൽ നമ്മുടേത് വറ്റിപ്പോയാലും വേണ്ടിയിട്ടില്ല, വെള്ളം നമ്മൾ അവിടുന്ന് കൊടുക്കണം. അത് ബാധ്യസ്ഥനാണ്. കാരണം നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മളും ഈ ചോദ്യം ചെയ്യപ്പെടും. കാരണം വെള്ളം എന്ന് പറയുന്നത് പടച്ചോന്റെ സാധനമാണ്, നമുക്ക് അവകാശമുള്ള സാധനമല്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും വേനൽക്കാലത്ത് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർമ്മയിൽ വന്നൊരു സംഗതിയാണ്. ഈ കൊടും വേനൽക്കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം. ഒരു വെള്ളം വന്ന് മുക്കുന്നതിലും അല്ലെങ്കിൽ പൈപ്പിട്ട് അടിക്കുന്നതിലൊന്നും ഒരു തരത്തിലും നമ്മൾ അതിൽ ആ ഒരു കണ്ണിൽ കാണരുത്.